റൗള ഷരീഫിൽ കയറി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ എവിടെ നിന്നാണ് സലാം പറയേണ്ടത്? ലോകത്തിന്റെ എവിടെ നിന്ന് പറഞ്ഞാലും മുത്തുനബി സലാം അടക്കും തന്നെയാണ് നമ്മളെ വിശ്വാസം. റൗള ഷരീഫിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഹോളുകളിൽ ആരും തന്നെ ഇല്ല. മൂന്നാമത് വരുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ്. നമുക്ക് നേരിട്ട് സലാം പറയുന്ന സ്ഥലം. അതിന്റെ മുകളിൽ ഹുന അസ്സലാമു അലാ റസൂലില്ല എന്ന് എഴുതിയതും കാണാൻ കഴിയും. രണ്ടാമതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയുന്നതും മൂന്നാമത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയുന്ന സ്ഥലവുമാണ്. മസ്ജിദുൻ നബവിയിൽ നിന്ന് രണ്ടാമത്തെ ഗേറ്റിലൂടെ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗേറ്റിലൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് ആ ചുമരിന് മുകളിലായി ഹൗഹത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയത് കാണാൻ കഴിയും. ആ ഗേറ്റിന്റെ അവിടെയായിരുന്നു കേട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വീടുണ്ടായിരുന്നത്. പണ്ട് കാലത്ത് സ്വഹാബികളെല്ലാം അവരുടെ വീടുകളിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് ഒരു ചെറിയ പൊത്തുണ്ടാക്കിയിരുന്നു. പള്ളിയിൽ വല്ല പരിപാടികളും നടക്കുന്ന സമയത്ത് വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഈ ചെറിയ കിളിവാതിലുകൾക്കാണ് അല്ലെങ്കിൽ ജനലുകൾക്കാണ് ഹൗഹ എന്ന അറബിയിൽ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലത്ത് എല്ലാ സ്വഹാബികളോടും അവരെ വീട്ടിൽ നിന്നുള്ള ഈ ഹൗഹകൾ അടയ്ക്കാൻ പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെത് മാത്രം അവിടെ ബാക്കിയാക്കാൻ പറയുകയും ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഹൗഹ നിന്നിരുന്ന സ്ഥലത്താണ് ഇന്ന് ആ മാർക്ക് ചെയ്തിട്ടുള്ളതും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ഗേറ്റ്